സോ ഹേ ഗൈസ്, ഇപ്പോൾ നമ്മൾ വൈകുന്നേരം വല്ലഭൻകുന്ന് കയറാൻ പോവുകയാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വല്ലഭൻകുന്നിലേക്കാണ് പോകുന്നത്. കൊല്ലം ജില്ലയിലുള്ള വല്ലഭൻകുന്നിലേക്കാണ് പോകുന്നത്. നമ്മളോട് ദൈവന്മാർ 2 പേരുണ്ട്. ഗൈസ്, ഇതിൻ്റെ മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പം നമ്മൾ പോയത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു സൺസെറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. ഈ കാണുന്നതാണ് ജഡായു പാറ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ ആ ഒരു മൂഡും ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റും പിന്നാണ്ട് ഈ 2 അവന്മാരൂടെയൊക്കെ ആയപ്പോൾ സംഭവം അങ്ങോട്ട് പൊളിച്ചു. പാറപ്പുറത്ത് നിന്നൊരു ചിരി പാസ്സാക്കിയിട്ട് ദേ ഈ കൈ ചൂണ്ടുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അവിടെ എന്തോ പറയാനുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി സാധനം. അന്നേരം പറയാനായിട്ട് ഷൂട്ട് ചെയ്താൽ പക്ഷേ സംഭവം വിട്ടുപോയി. പിന്നെ ഈ കാണുന്ന പച്ചപ്പൊക്കെ ആക്ച്വലി നല്ല രസമാണ് എൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ. പിന്നെ നമ്മളവിടെ നേരെ മേലേക്ക് കയറാൻ തുടങ്ങി. പോകുന്ന വഴിയൊക്കെ കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ ഇതൊക്കെ ഒരു വൈബല്ലേ. ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലത്തൂടെ വേണം കയറി ഇതിൻ്റെ ടോപ്പിലോട്ട് പോകാനായിട്ട്. എൻ്റെ ഇടയിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന വഴി കൂടെയൊക്കെ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വിധത്തിലൊക്കെ ഞാൻ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ലാൻഡ്മാർക്ക് വെച്ചിട്ട് പോവുക. കാരണം തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ ചിലപ്പം വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ്, നല്ല രസമാണ്. വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പ് എത്താറായി. ആ വ്യൂ ഉണ്ടോ, ആഹാ എന്താ ഭംഗി. നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ സുഖമൊന്ന് വേറെയാണ്. അപ്പം അങ്ങോട്ട് വാടാ ഇനി ഉണ്ടാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അവനെ അങ്ങോട്ട് ഫോളോ ചെയ്യാമെന്ന്. അവനിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യാൻ വിചാരിച്ചു. സത്യം പറയാം, എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. പോച്ച വളർന്ന് കിടക്കുന്നതായാലും എല്ലാം ഒരു ഡിഫറെൻറ്റ് ഫീലാണ്, വേറെ ലെവലാണ്. എൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി. ഇത് രാവിലെ മീൻസ് ലൈക്ക് സൺറൈസ് കാണാൻ ഇവിടെ വരണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല പൊളിയാണ് രാവിലെ. ഗൈസ്, ആ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കൂ. വാവ്. ആൻഡ് ഗൈസ്, ദേ ഫൈനലി നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ആൻഡ് ഇവിടെ ഒരു 1.5 വ്യൂ ഉണ്ട്. അതങ്ങോട്ട് ദേ ഈ സംഭവം എൻ്റെ മോനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഫീലൊന്ന് വേറെയാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലെ സാധനം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. താഴെ കാണുന്ന നദി ഏതാണെന്ന് വെച്ചാൽ ഇത്തിക്കരാറാണ്. ആൻഡ് അങ്ങനെ അവിടെ ഇരുന്ന് വ്യൂസൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ സമയം പോയതുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. വഴി തെറ്റി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വഴി കൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കണ്ട വഴി കൂടെ ഞങ്ങൾ കുറേ ദൂരം പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് ഈ ഇരുട്ടായി. ഞങ്ങൾക്ക് വഴി 2-3 വട്ടം വഴി തെറ്റി. ഇറങ്ങാനുള്ള വഴിയൊന്നും കാണാൻ മേലായിരുന്നു, പക്ഷേ സേഫായിട്ട് ഇറങ്ങി.